1917 പ്രത്യക്ഷീകരണ വേളയിൽ ഫാത്തിമയിലെ ഇടയബാലരായിരുന്ന ജസീന്ത, ലൂസി, ഫ്രാൻസിസ് എന്നിവർക്ക് വെളിപ്പെടുത്തപ്പെട്ട രണ്ടാമത്തെ രഹസ്യത്തിലായിരുന്നു റഷ്യയെ തന്റെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കണമെന്ന് പരിശുദ്ധ മറിയം സന്ദേശം നൽകിയത്. ലോകമെങ്ങുമുള്ള കത്തോലിക്ക ബിഷപ്പുമാരോട് ചേർന്ന് മാർപ്പാപ്പ തന്നെ റഷ്യയുടെ വിമലഹൃദയ പ്രതിഷ്ഠ നടത്തണം എന്നായിരുന്നു അമ്മയുടെ സന്ദേശം. 1984 മാർച്ച് 25 സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ വെച്ച് ഭാഗ്യസ്മരണാർഹനായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ലോകമെങ്ങുമുള്ള ബിഷപ്പുമാരുടെ കൂട്ടായ്മയോട് ചേർന്ന് ഫാത്തിമ സന്ദേശം നിറവേറ്റിയതായി ഫാത്തിമ സന്ദേശം എന്ന വത്തിക്കാൻ വിശ്വാസ തിരുസംഘത്തിന്റെ ഔദ്യോഗിക രേഖയിൽ പറയുന്നുണ്ട്. റഷ്യ-യുക്രൈൻ യുദ്ധഭൂമിയിൽ സംഘർഷങ്ങൾ രൂക്ഷമാകുമ്പോൾ പരിശുദ്ധ മറിയത്തിന്റെ ഫാത്തിമ സന്ദേശങ്ങൾ അനുസ്മരിപ്പിച്ചുകൊണ്ട് അവയുടെ കാലിക പ്രസക്തി ചൂണ്ടിക്കാട്ടുകയാണ് യുക്രൈൻ എപ്പിസ്കോപ്പൽ കോൺഫറൻസ്. പരിശുദ്ധ പിതാവിനെ അഭിസംബോധന ചെയ്ത് യുക്രൈൻ കത്തോലിക്ക ബിഷപ്പുമാർ അയച്ച കത്തിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നത്. കത്തിലെ പരാമർശം ഇങ്ങനെയാണ്: പരിശുദ്ധ പിതാവേ, അളക്കാനാകാത്ത വേദനകളിലൂടെയും ഘോരമായ പരീക്ഷണങ്ങളിലൂടെയും നമ്മുടെ ജനങ്ങൾ കടന്നുപോകുന്ന ഈ മണിക്കൂറുകളിൽ അവിരാമമുള്ള ഹൃദയംഗമമായ പ്രാർത്ഥനകൾക്കായി അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ വൈദികരുടെയും സമർപ്പിതരുടെയും എല്ലാ ക്രൈസ്തവരുടെയും പിന്തുണയോട് ചേർന്ന് ഞങ്ങളുടെ മാതൃരാജ്യത്തെയും റഷ്യയെയും ഫാത്തിമ മാതാവിന്റെ സന്ദേശപ്രകാരം പരസ്യമായി പരിശുദ്ധ മറിയത്തിന്റെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കണമെന്ന് എളിമയോടെ അഭ്യർത്ഥിക്കുന്നു. സമാധാനത്തിന്റെ രാജ്ഞിയായ ദൈവമാതാവ് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കട്ടെ.